അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണമെന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലെ ഗ്രാമർ ആയിരിക്കും. എന്നാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയും ഈ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പഠിക്കുക എന്നുള്ള കാര്യമായിരിക്കും. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ള ആഗ്രഹവുമായിട്ട് കാലങ്ങളായിട്ട് നടന്നു പോകണം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. അവര് ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് തവണ ഈ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ഗ്രാമറിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അകത്ത് നമ്മൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. പക്ഷെ ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇംഗ്ലീഷിന്റെ ഗ്രാമറിൽ പറയുന്ന ടെൻസ് എന്ന് പറയുന്ന പാർട്ടാണ്. എന്താണ് ഈ ടെൻസ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ടെൻസ് എന്ന് പറഞ്ഞാൽ കാലങ്ങൾ എന്നാണ് അർത്ഥം വരിക, അല്ലെ? അപ്പോ കാലങ്ങൾ എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള കാലങ്ങളാണ് നമുക്ക് ഉണ്ടാവുക. ടെൻസ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കാലങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ടെൻസ് എന്ന് പറയുമ്പോൾ 3 തരത്തിലുള്ള കാലങ്ങളാണുള്ളത്. അത് നമുക്ക് എല്ലാ ഭാഷയിലും കാലങ്ങൾ 3 ഒന്ന് ഭാവി കാലം, ഭൂതകാലം, വർത്തമാനകാലം, അങ്ങനെ 3 തരത്തിലുള്ള കാലങ്ങളാണ് ഉണ്ടാവുക. ഇംഗ്ലീഷ് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് എന്ന് വർത്തമാനകാലത്തിന് പറയും, പാസ്റ്റ് ടെൻസ് എന്ന് ഭൂതകാലത്തിന് പറയും, ഫ്യൂച്ചർ ടെൻസ് എന്ന് ഭാവി കാലത്തിന് പറയും. അങ്ങനെ 3 പേരുകളിലായിട്ട് അത് അറിയപ്പെടും. ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ ടെൻസ് പഠിക്കണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പഠിക്കേണ്ടത് ഈ കാലഘട്ടങ്ങൾ ഓരോ വാക്കുകൾ പ്രയോഗിക്കണതനുസരിച്ച് ഓരോ സ്ഥലത്തും എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഭൂതകാലത്തിൽ നടന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അതിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ അതിൽ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കണം. അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് പറയാൻ അതിൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കണം. അത് എവിടെ, എപ്പോൾ, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കടമ്പയാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷിൽ ഉള്ള വാക്കുകളെ നമുക്ക് സിമ്പിളായിട്ട് 3ആയിട്ട് തരംതിരിക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷിലുള്ള വാക്കുകളെ 3ആക്കി തിരിക്കാൻ വേണ്ടി പറ്റും. ഒന്ന് നൗണുകളാണ്, മറ്റൊന്ന് വെർബുകളാണ്, മൂന്നാമത്തത് നൗണും വെർബും അല്ലാത്ത കാര്യങ്ങളാണ്. അതായത് നൗൺ എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ പേരുകൾ, ഓരോ വസ്തുക്കളെ സൂചിപ്പിക്കുന്ന പേരുകളുമായി ബന്ധപ്പെട്ട ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ടാവും. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉണ്ടാവും, അതിന് വെർബ് എന്ന് പറയും. പേരുകൾക്ക് നൗൺ എന്ന് പറയും, പ്രവർത്തനങ്ങൾക്ക് വെർബ് എന്ന് പറയും. ഇനി പിന്നെയും കുറെ തരത്തിലുള്ള വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട്. പക്ഷെ ബാക്കി എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിട്ട് നമുക്ക് നൗണും വെർബും അല്ലാത്ത വിഭാഗങ്ങളിൽ നിന്ന് മൂന്നാമത്തെ ഒരു കാറ്റഗറി ആയിട്ട് കൊടുക്കാം. അപ്പൊ 3 തരത്തിലുള്ള വാക്കുകളായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒന്ന് വെർബ്, മറ്റൊന്ന് നൗണ്, മറ്റൊന്ന് വെർബും നൗണും അല്ലാത്ത മൂന്നാമത്തെ ഒരു വിഭാഗം. അപ്പോ ഈ വാക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ വാക്കുകൾ ഏതിനാണ് കാലങ്ങളുമായിട്ട് ബന്ധമുള്ളത്, നമ്മുടെ ടെൻസിൽ ഏത് വിഭാഗം വാക്കുകളെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെർബുകളെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. വെർബുകൾ എന്ന് പറഞ്ഞാൽ പ്രവർത്തനമാണല്ലോ. പ്രവർത്തനവും കാലവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ആദ്യം നോക്കണം. ഉദാഹരണത്തിന് നടന്നു എന്ന് പറയുന്ന പ്രവർത്തനം, ഈ നടന്നു എന്ന് പറയുന്ന പ്രവർത്തനത്തെ കാലഘട്ടവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതായത് അതിന്റെ ഭൂതകാലം പറയുമ്പോൾ നടന്നു എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ വർത്തമാനം കാലം പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതിന്റെ ഭാവി കാലം പറയുമ്പോൾ നടക്കും എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് ഒരു പ്രവർത്തനത്തെ നമുക്ക് 3ആക്കാൻ വേണ്ടി പറ്റും. നടന്നു, നടക്കും, നടന്നുകൊണ്ടിരിക്കുന്നു. കിടന്നു, കിടക്കും, കിടന്നുകൊണ്ടിരിക്കുന്നു. ഓടി, ഓടും, ഓടിക്കൊണ്ടിരിക്കുന്നു. കേട്ടു, കേൾക്കും, കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രവർത്തനത്തെ അതിനെ 3 കാലഘട്ടങ്ങളിലേക്ക് നമുക്ക് മാറ്റിത്തിരിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് വെർബിന്റെ പ്രത്യേകത, അതായത് പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. എന്നാൽ നൗണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 3ആക്കി തീർക്കാൻ വേണ്ടി പറ്റൂല. ഉദാഹരണത്തിന് ഒരു നാമം, ഒരു പേര് പറയാം, പൂച്ച എന്ന് പറഞ്ഞൊരു പേര്.
അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മൂന്നാക്കി തീർക്കാൻ വേണ്ടി പറ്റൂല. അല്ലെങ്കിൽ പട്ടി എന്നൊരു പേര്, അതിനെ നമുക്ക് മൂന്നാക്കി തീർക്കാൻ വേണ്ടി പറ്റൂല. പുസ്തകം എന്ന് പറയുന്ന ഒരു പേര്, അതിനെ നമുക്ക് മൂന്നാക്കി തീർക്കാൻ വേണ്ടി പറ്റൂല. നമുക്ക് പ്രവർത്തനങ്ങളെ മൂന്നാക്കി തീർക്കുന്നത് പോലെ അടിച്ചു, അടിക്കും, അടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്ന മാതിരി മൂന്നാക്കി തീർക്കാൻ വേണ്ടി പറ്റൂല. അപ്പോ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെർബുകളാണ്, അതായത് പ്രവർത്തനങ്ങളാണ്. നൗണുകൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കാലഘട്ടങ്ങളുമായി ബന്ധപ്പെടുത്തി വരുന്നില്ല. വെർബും നൗണും അല്ലാത്ത വിഭാഗങ്ങളും അധികവും എന്ത് ചെയ്യുന്നില്ല, കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. അപ്പോ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് ഈ വെർബുകൾ മാത്രമാണ്. അപ്പോ ടെൻസുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനത്തിൽ, അതായത് കാലഘട്ടങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിലുള്ള വെർബുകളെ കുറിച്ചാണ്. ഈ ടെൻസ് എന്ന് പറയുന്നത്, ടെൻസ് മാറുന്നതിനനുസരിച്ച് മാറുന്നത് അതിലുള്ള വെർബുകൾ മാത്രമാണ്. അപ്പോ ഒരു സെന്റൻസ് വരുമ്പോൾ അത് ടെൻസ് ക്ലിയർ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരേണ്ടത് അല്ല വെർബ് ക്ലിയർ ആണോ എന്ന് മാത്രമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിരിക്കും. നമുക്കൊരു ഇംഗ്ലീഷിൽ ഒരു വാക്ക് എഴുതണമെങ്കിൽ എഴുതുന്ന ആ വാക്ക് നമുക്ക് എങ്ങനെ എഴുതാം, പക്ഷെ ആ എഴുതുന്ന വാക്ക് കാലഘട്ടത്തോട് യോജിക്കണമെങ്കിൽ അതിനുള്ള വെർബുകളെ നമുക്ക് അതിനനുസരിച്ച് മാറ്റേണ്ടി വരും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ അതിൽ വരുന്നുള്ളൂ. അപ്പോ നമ്മൾ കാലഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ 3 തരത്തിലുള്ള കാലങ്ങളെയാണ് പരിചയപ്പെടുന്നത്. അപ്പോ ഒന്നാമത്തെ കാലം പ്രസന്റ് ടെൻസ് ആണ്, അതായത് വർത്തമാനകാലം. പിന്നെ പാസ്റ്റ് ടെൻസ് ആണ്, പിന്നെ ഫ്യൂച്ചർ ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുമ്പോൾ ഭാവി കാലം. അപ്പോൾ 3 തരത്തിലുള്ള ടെൻസുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഈ പ്രസന്റ് ടെൻസിനെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിലും 4 വിഭാഗമാക്കി തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെ 4 വിഭാഗമാക്കുന്നുണ്ട്, ഫ്യൂച്ചർ ടെൻസിനെ 4 വിഭാഗമാക്കുന്നുണ്ട്. അപ്പോ ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യം വർത്തമാന കാലഘട്ടത്തിലാണ് വരുന്നത് എങ്കിൽ പോലും അതിനെ വർത്തമാന കാലഘട്ടത്തിലുള്ള 4 വിഭാഗങ്ങളിലേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും. പാസ്റ്റ് ടെൻസിലുള്ള 4 വിഭാഗങ്ങളിലേക്ക് ചേർക്കാൻ പറ്റും, ഫ്യൂച്ചർ ടെൻസിലുള്ള 4 വിഭാഗങ്ങളിലേക്ക് ചേർക്കാൻ പറ്റും. അപ്പം ആകെ മൊത്തത്തിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലെ 12 വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗമായിരിക്കും. അപ്പോ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ പ്രസന്റ് ടെൻസിന്റെ അകത്തുള്ള സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ്. എന്താണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് നോക്കിയാൽ, ആദ്യമായിട്ട് ഈ സിമ്പിൾ പ്രസന്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഹാബിറ്റുകൾ, റൊട്ടീനുകൾ ഒക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച്, അതായത് നിരന്തരമായിട്ട് പതിവായിട്ട് ചെയ്യുന്ന ഒരു ശീലത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ഉദാഹരണത്തിന് എല്ലാ ദിവസവും രാവിലെ ഞാൻ നടക്കാറുണ്ട് എന്ന് പറയണമെങ്കിൽ ഐ വാക്ക് എവ്രി ഡേ മോർണിംഗ് എന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ അതുപോലെ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ടെൻസിനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്ന മറ്റൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മുടെ ഒരു ഫീലിങ്സിനെ, ഒരു സ്റ്റേറ്റിനെ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ഐ ലവ് ചോക്ലേറ്റ്, എനിക്ക് എൻ്റെ ഒരു ഫീലിങ്സ് പറയാണ്, എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടി ഐ ലവ് ചോക്ലേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്, അത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. പിന്നെ എന്തെങ്കിലും ഒരു ഫാക്ട് പറയാൻ വേണ്ടിയിട്ട്, ഒരു തത്വത്തെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറഞ്ഞാൽ എല്ലാവർക്കും വ്യാപകമായിട്ട് അറിയപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം, ആ കാര്യത്തെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് ഈസ് റിവോൾവ് അറൌണ്ട് ദി സൺ, എർത്ത് ഈസ് റിവോൾവ് അറൌണ്ട് ദി സൺ എന്ന് പറയാൻ പറ്റും. അപ്പോ എർത്ത് ഈസ് റിവോൾവ് അറൌണ്ട് ദി സൺ എന്ന് പറയുമ്പോൾ എന്താണ്, അത് പിന്നെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നു എന്ന് പറയാം. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതായത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹ്യൂമൻ ബോഡി കണ്ടെയ്ൻസ് 206 ബോൺസ് എന്ന് പറയാം. അതായത് ഹ്യൂമൻ ബോഡി കണ്ടെയ്ൻസ് 206 ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യ ശരീരത്തിൽ 206 അസ്ഥികളുണ്ട് എന്ന് പറയാം. അതൊരു ട്രൂത്താണ്, ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. അപ്പോ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലുള്ള വെർബ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, വെർബ് എന്ന് പറയുന്നത് പിന്നെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും, V1 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടത്.
പിന്നെ ഈ V1 ചില വ്യത്യാസങ്ങൾ ചില സാഹചര്യങ്ങളിൽ വരും. ആ കാര്യമാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒന്നാമതായിട്ട് എന്ന് പറയുന്നത് എന്താണ്? I, you, they, we. I എന്ന് പറഞ്ഞാൽ ഞാൻ, you എന്ന് പറഞ്ഞാൽ നീ, they എന്ന് പറഞ്ഞാൽ അവർ, we എന്ന് പറഞ്ഞാൽ നമ്മൾ. അപ്പം പിന്നെ ആദ്യം ഞാൻ, അവർ, നമ്മൾ, അത് രണ്ടും ബഹുവചനങ്ങളാണ്. ഈ പദങ്ങളും അതോടൊപ്പം ഐയും യുവും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അങ്ങനെ ബഹുവചനങ്ങളെയും അതോടൊപ്പം തന്നെ ഐ, യു എന്നീ പദങ്ങളെയും ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ വരുന്ന വെർബിനിക്ക് നമ്മൾ അതിന്റെ അത് നേരെ ആ വെർബ് നമ്മൾ ചേർക്കുകയുള്ളൂ. അപ്പം ഐ എന്ന് പറയുന്നത് ഐ ലവ് ചോക്ലേറ്റ് എന്നാണ് പറയാ, അല്ലെ? ഐ ലവ് ചോക്ലേറ്റ്. അപ്പൊ അവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ലവ് ഫസ്റ്റ് ഫോമാണ്. ആ ഫസ്റ്റ് ഫോമിൽ ഒരു ചേർക്കലുകളും ഇല്ലാതെ നമ്മൾ അതുപോലെ എഴുതിയാൽ മതി. അപ്പോ ഐ ലവ് ചോക്ലേറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? യു, നീ ചോക്ലേറ്റിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാമെങ്കിൽ യു ലവ് ചോക്ലേറ്റ് എന്ന് പറയാം. അതായത് യു എന്ന വാക്ക് ഉപയോഗിക്കുന്നു, ലവ് എന്ന് പറയുന്ന വാക്കിന് അതുപോലെ എഴുതുന്നു. അതോടൊപ്പം തന്നെ ഇനി അടുത്തതായിട്ട് ഐ, യു, ദേ ലവ് ചോക്ലേറ്റ് എന്നാണ് പറയാൻ പറ്റുക. ദേ ലവ് ചോക്ലേറ്റ്. ദേ എന്ന വാക്ക് എഴുതുന്നു, അത് പിന്നെ എന്താണ് എഴുതാൻ പറ്റും? ചോക്ലേറ്റ് എന്നതിന്റെ കൂടെ എഴുതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി അതുമല്ല വി ആണെങ്കിലോ, വി എന്ന വാക്ക് എടുക്കുന്നു, അത് ബഹുവചനമായതുകൊണ്ട് അതിന്റെ കൂടെയുള്ള പ്രതി ചോക്ലേറ്റ് എന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അതും കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുകയാണ് എന്ത്? നമ്മൾ എഴുതാണ് പിന്നെ ഹി, ഷീ, ഇറ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഹി എന്ന് പറഞ്ഞാൽ അതൊരു സിംഗുലർ ഫോമാണ്, അതായത് ഏകവചനമാണ്. ഷീ എന്ന് പറഞ്ഞാലും ഒരു ഏകവചനമാണ്. ഇറ്റ് എന്ന് പറഞ്ഞാലും ഒരു ഏകവചനമാണ്. അപ്പം ഏകവചനങ്ങളായ ഈ, ഷീ, ഇറ്റ് എന്നീ പദങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ കൂടെ ഉണ്ടാവുന്ന വെർബിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എസ് ചേർക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് നേരത്തെ ചോക്ലേറ്റ് എന്നാണ് പറയാം. ഹി ലവ്സ് ചോക്ലേറ്റ്. ലവിന് ശേഷം ഒരു എസ് ഇട്ടു, ലവ്സ് ചോക്ലേറ്റ് എന്നാണ് എഴുതി കൊടുക്കുക. ഷീ ലവ്സ് ചോക്ലേറ്റ് എന്നാണ് പറയാം. അവൾക്ക് ചോക്ലേറ്റ് ഇഷ്ടം, ലവ്സ് ആണ്. പിന്നെ ഈ ആൾ ആണെങ്കിൽ അതിലുണ്ടാവുന്ന വെർബിന്റെ എണ്ണം എന്തായിരിക്കും? പിന്നെ പ്ലൂരൽ ഫോമിൽ അത് എസ് ഇട്ടുകൊണ്ടായിരിക്കും എഴുതേണ്ടത്. ഹീക്കും ഷീക്കും പകരമായിട്ട് നമുക്ക് ഇനി ആൾക്കാരുടെ പേര് കൊടുക്കാൻ പറ്റും. രാധ ലവ്സ് ചോക്ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് ആകമൊത്തത്തിൽ പറയുമ്പോൾ 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടും സിംഗിൾ പ്രസന്റ് വരിക. അതിൽ തന്നെ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വരിക. ഒന്നാമത് ഹാബിറ്റിനെ കുറിച്ച്, ഒരു റൊട്ടീനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഫീലിങ്സിനെ കുറിച്ച് പറയാൻ വേണ്ടി, ഒരു ഇമോഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഫാക്റ്റുകൾ, യൂണിവേഴ്സൽ ട്രൂത്തുകളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം, നേരത്തെ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദ ബസ് അറൈവ് അറ്റ് 9 AM. ദി ബസ് അറൈവ് അറ്റ് 9 AM എന്ന് പറഞ്ഞാൽ എന്താ? ബസ് 9 മണിക്ക് വരും എന്നുള്ള അതൊരു ഷെഡ്യൂൾഡ് ടൈമാണ്, അല്ലെ? ടൈം ഷെഡ്യൂളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. അപ്പൊ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് പറയുക. നാലാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അതിലെന്താണ് പറയുന്നത്? ഒരു പിന്നെ ഷെഡ്യൂൾഡ് ടൈമിനെ കുറിച്ച് ബസ് അറൈവ്സ് അറ്റ് 9 AM എന്ന് പറയാൻ പറ്റും. ബസ് അറൈവ്സ് ആയിരിക്കും. അപ്പം ബസ് സിംഗുലർ ആണല്ലോ, അറൈവ്സ് എന്ന് കൊടുക്കണം കേട്ടോ. അറ്റ് 9 AM എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കണം എന്താണ്? ഈ പിന്നെ സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സിമ്പിൾ പ്രസന്റ് 4 സ്ഥലത്ത് ഉപയോഗിക്കും. ഒന്നാമത് ഒരു ഹാബിറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, രണ്ടാമത് നമ്മുടെ ഒരു ഫീലിങ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, മൂന്നാമത് എന്തെങ്കിലും ഒരു ഫാക്ട്, യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹാബിറ്റിന് ഉദാഹരണം എന്താണ്? ഐ വാക്ക് എവറി ഡേ മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാറുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ നമ്മളൊരു ഇമോഷനെ കുറിച്ച് പറയാൻ വേണ്ടി ഐ ലവ് ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് എന്നുള്ളതിന്റെ ഒരു ഇമോഷനെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. ഇനി ഒരു യൂണിവേഴ്സൽ ട്രൂത്തിനെ കുറിച്ച് റൈസസ് ഇൻ ദി ഈസ്റ്റ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ സൂര്യൻ റൈസസ് ഇൻ ദി ഈസ്റ്റ്. അവിടെ റൈസസ് ഉദിക്കുന്നു എന്നുള്ള പ്രവർത്തനത്തേക്ക് എസ് ചേർത്തിട്ടാണ് പറയാ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു ടൈം ഷെഡ്യൂൾ, ബസ് അറൈവ്സ് അറ്റ് 9 AM എന്ന് പറയാൻ വേണ്ടി പറ്റും. ബസ് 9 മണിക്ക് എത്തും എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ നമ്മൾ എസ് ചേർക്കുന്നുണ്ട്. അപ്പോ എങ്ങനെയാണ് എസ്? അപ്പം ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റിന്റെ അകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വെർബിലേക്ക് എസ് ചേർക്കണോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും.
അപ്പം ആദ്യം എസ് ചേർക്കേണ്ടാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ വരുമ്പോ ചേർക്കേണ്ട, യു വരുമ്പോ ചേർക്കേണ്ട, പിന്നെ എന്ത് വരുമ്പോ ചേർക്കേണ്ട, പ്ലൂരൽ ഫോം അതായത് പിന്നെ ബഹുവചനങ്ങളായിട്ടുള്ള യു, ദേ, പിന്നെ എന്നാൽ സിംഗുലാർ ഫോമുകളായിട്ടുള്ള ഹി, ഷീ, ഇറ്റ് എന്നീ പദങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ പേര് പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളുടെ പേരൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അതിലേക്ക് എസ് ചേർക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റിനെ കുറിച്ചുള്ള ഏകദേശ ഐഡിയ ലഭിക്കുന്നു. ഓക്കെ.